ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് അക്കുമുലേറ്റ് ചെയ്യാവുന്നതും സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുന്നതുമായ ഒരു ബ്ലൂ ചിപ്പ് സ്റ്റോക്കിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. സ്റ്റോക്കിൻ്റെ പേര് ടൈറ്റാൻ കമ്പനി ലിമിറ്റഡ്. ഇന്ന് ടൈറ്റാൻ 2% ഇടിഞ്ഞ് 3272 ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ടൈറ്റാൻ്റെ വാല്യൂഷൻ 83.09, ഡിവിഡൻഡ് yield 0.34%, 52 വീക്ക് ഹൈ 3886, 52 വീക്കിലോ 2882. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ടൈറ്റാൻ 4%-അടുത്ത് നെഗറ്റീവ് റിട്ടേണാണ് നൽകിയത്. ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഇന്ന് ഇടിഞ്ഞതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഇടിഞ്ഞത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് ടൈറ്റാൻ എന്ന കമ്പനി നേരിടുന്ന ചില അൺഫേവറബിൾ റിസ്കിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാന റിസ്ക് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ നോവൽ ജുവൽസിൽ നിന്നും ടൈറ്റാൻ എന്ന കമ്പനി നേരിടുന്ന കോമ്പറ്റീഷനാണ്. ഇതോടൊപ്പം തന്നെ ടൈറ്റാൻ്റെ സബ്സിഡറിയായ തനിഷ് എന്ന കമ്പനി പ്രധാനമായും ഗോൾഡ്, ഡയമണ്ട് ഓർണമെൻറ്റ്സ് ആണ് വിൽക്കുന്നത്. ഇവിടെ ലാബ് ഗ്രോൺ ഡയമണ്ട്സിൻ്റെ ലഭ്യത തനിഷ്കിൻ്റെ ഗ്രോത്തിനെയും പ്രോഫിറ്റബിലിറ്റിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിസർച്ച് റിപ്പോർട്ട് പ്രകാരം ഗോൾഡിൻ്റെ പ്രൈസ് തുടർച്ചയായി ഉയരുന്നത് കൺസ്യൂമർ ഡിമാൻഡ് കുറയുന്നതിന് പിന്നിലെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഗോൾഡിൻ്റെ മേക്കിംഗ് ചാർജും കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ടൈറ്റാൻ എന്ന കമ്പനിക്ക് മലബാർ, കല്യാൺ ജുവലേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ നിന്നും കടുത്ത കോമ്പറ്റീഷനാണ് വരുന്നത്. ഈ ഫാക്റ്റുകളൊക്കെ പരിശോധിച്ചാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് 15% ഡൗൺ സൈഡിൽ 3045 രൂപയുടെ ടാർഗറ്റ് ടൈറ്റാൻ എന്ന സ്റ്റോക്കിന് നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അപ്ഡേറ്റ് ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം ടൈറ്റാനുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒരു പ്രധാന അപ്ഡേറ്റ് Q1 ബിസിനസ് അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ടൈറ്റാൻ 9% വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ കൈവരിച്ചിരിക്കുന്നത്. 61 പുതിയ സ്റ്റോറുകൾ കമ്പനിക്ക് ഈ ക്വാർട്ടറിൽ ഓപ്പൺ ചെയ്യാനും സാധിച്ചു. ഏകദേശം 3096 സ്റ്റോറുകളാണ് ടൈറ്റാനുള്ളത്. ജുവലറി സെഗ്മെൻറ്റിൽ കമ്പനിയുടെ വളർച്ച 8% വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡിൻ്റെ പ്രൈസ് ഉയരുന്നത് കൺസ്യൂമറിൻ്റെ ഡിമാൻഡിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെൻറ്റിൽ ടൈറ്റാൻ 14% വളർച്ച കൈവരിച്ചു. അനലോഗ് വാച്ച് സെഗ്മെൻറ്റിൽ മാത്രം 17% വളർച്ചയും വിയറബിൾ സെഗ്മെൻറ്റിൽ 6% ഇടിവും വന്നിട്ടുണ്ട്. ഏകദേശം 31 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തതിൽ 11 സ്റ്റോറുകൾ തനിഷ്ക് എന്ന ബ്രാൻഡിലും 19 സ്റ്റോറുകൾ മിയ എന്ന ബ്രാൻഡിലും 3 സ്റ്റോറുകൾ സായ എന്ന ബ്രാൻഡിലുമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ടൈറ്റാൻ്റെ എമർജിംഗ് ബിസിനസ്സിൽ 4% വളർച്ച കൈവരിക്കുകയും 4 പുതിയ സ്റ്റോറുകൾ കമ്പനി ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഐ കെയർ സെഗ്മെൻറ്റിലെ കമ്പനി ടൈറ്റാൻ വേൾഡ്, ഫാസ്റ്റ് ട്രാക്ക്, ഹെലിയോസ് തുടങ്ങിയ ബ്രാൻഡുകൾക്ക് കീഴിൽ 17 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തു. ടൈറ്റാൻ വേൾഡിൻ്റെ 5 സ്റ്റോറുകളും ഫാസ്റ്റ് ട്രാക്കിൻ്റെ 7 സ്റ്റോറുകളും ഹീലിയോസിൻ്റെ 5 സ്റ്റോറുകളുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫ്രാഗ്രൻസ് ആൻഡ് ഫാഷൻ സെഗ്മെൻറ്റിൽ 4% വളർച്ച കൈവരിച്ചു. ഇയർ ഓൺ ഇയറിൽ ഫാഷൻ സെഗ്മെൻറ്റിൽ 13% വളർച്ച കൈവരിക്കാനും സാധ്യതയുണ്ട്. റീസെൻ്റ്ലി ടൈറ്റാൻ എന്ന കമ്പനി കാരറ്റ് ലൈൻ എന്ന കമ്പനിയെ അക്വയർ ചെയ്തിരുന്നു. 2024 വർഷത്തിൽ കാരറ്റ് ലൈൻ 18%-അടുത്ത് റിട്ടേണുമാണ് നൽകിയത്. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കിയാൽ സ്റ്റോക്ക് സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3273 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ഇവിടെ നിന്നും ഫർദർ കറക്ഷൻ വരികയാണെങ്കിൽ 3000 എന്ന ലെവലിലേക്കും സ്റ്റോക്ക് എത്തിയേക്കാം. അതേസമയം അപ്സൈഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ 3800, 4000 പോലുള്ള ടാർഗറ്റാണ് ടൈറ്റാനിന് മുന്നിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്